നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡിലൊക്കെ വർഷങ്ങൾ കഴിയുന്തോറും വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ നമ്മൾ കൂടുതലായിട്ടും ക്യാഷ് പേയ്മെൻറ്റ് അതുപോലെ തന്നെ കാർഡ് പേയ്മെൻറ്റ് ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വാലറ്റുകൾ വന്നു. വാലറ്റ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. UPI വന്നതിന് ശേഷം മെജോറിറ്റി ആളുകളും UPIക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. UPI പേയ്മെൻറ്റാണ് കൂടുതൽ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നമ്മളുടെ സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായാൽ മാത്രം മതി. കാർഡോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ UPI പേയ്മെൻറ്റ് ആണെങ്കിൽ മിക്ക സ്ഥലങ്ങളിലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാർഡ് പേയ്മെൻറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂടി UPI പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. UPIയിലാണെങ്കിലും റൂപേയിലാണെങ്കിലും കാലത്തിനനുസരിച്ച് പല മാറ്റങ്ങളും വന്നു. UPIയിലാണെങ്കിൽ നമുക്കിപ്പോൾ നിലവിൽ UPI ലൈറ്റ് ഉണ്ട്. അതായത് 1000 രൂപ വരെയുള്ള പേയ്മെൻറ്റുകൾ നമുക്ക് പിൻ നമ്പർ അടിക്കാതെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. UPI ലൈറ്റ് വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്ന നമുക്ക് അതുപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് UPI സർക്കിൾ ഉണ്ട്. അതായത് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ കൂടി നമ്മളുടെ UPI സർക്കിളിലേക്ക് അവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് അവർക്ക് വേണ്ടി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും UPI സർക്കിൾ വഴി. UPI സർക്കിളിനെ പറ്റി ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ബട്ടണിൽ ആഡ് ചെയ്യാം. പിന്നെ ഈ ഒരു UPIയിൽ നമുക്ക് റുപേ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അത് ഉപയോഗിച്ച് മർച്ചൻ്റ് UPI പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. സോ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിലും ഫിസിക്കൽ കാർഡ് ആവശ്യമില്ല. നമുക്ക് റുപേ കാർഡ് ആണെങ്കിൽ നമുക്ക് UPI ലിങ്ക് ചെയ്ത് നമുക്ക് മർച്ചൻ്റ് കാറ്റഗറി UPI പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. പിന്നെ റുപേയിലാണെങ്കിൽ പണ്ടൊക്കെ റുപേ കാർഡ് ആർക്കും വലിയ താല്പര്യ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നിലവിൽ ഒട്ടുമിക്ക ബാങ്കുകളും ഇഷ്യൂ ചെയ്യുന്ന റുപേ കാർഡാണ്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ റുപേ കാർഡ് മാത്രമാണ് നമുക്ക് UPI ലിങ്ക് ചെയ്ത് മറിച്ചിന് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റുപേ കാർഡുകളുടെ ഇഷ്യൂവൻസ് ഇപ്പോൾ വളരെ കൂടുതലാണ്. പിന്നെ റുപേയിൽ വർക്ക് ചെയ്യുന്ന പല പേയ്മെൻറ്റ് ഡിവൈസുകൾ വന്നു. ലൈക്ക് ഇപ്പോൾ നമുക്ക് കീ ചെയിനൊക്കെ പല ഫിൻടെക് കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നു. സോ കീ ചെയിൻ ഉപയോഗിച്ച് നമുക്ക് ടാപ്പ് ആൻഡ് പേ വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫെഡറൽ ബാങ്കൊക്കെ അങ്ങനെ ഒരു കീ ചെയിൻ ഇറക്കിയിട്ടുണ്ട്, ഡെബിറ്റ് കാർഡ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ടാപ്പ് ആൻഡ് പേ വഴി പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വാച്ചുകളുണ്ട്. അപ്പോൾ വാച്ചുകൾ നമുക്ക് ടാപ്പ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാം. SBI ഒക്കെ അങ്ങനെ വാച്ചുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ IDFC ഫസ്റ്റ് ബാങ്കിന് ഫസ്റ്റ് ടാപ്പ് എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഉണ്ട്, റുപേ സ്റ്റിക്കർ. അത് നമുക്ക് ഫോണിൻ്റെ ബാക്കിലൊക്കെ ഒട്ടിച്ച് വെച്ചുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ ചില ഫിൻടെക് കമ്പനികൾ റുപേയിൽ വർക്ക് ചെയ്യുന്ന റിംഗ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ റിംഗ് ഉപയോഗിച്ച് നമുക്ക് ടാപ്പ് ആൻഡ് പേ വഴി പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ റുപേയിൽ വർക്ക് ചെയ്യുന്ന പലതരത്തിലുള്ള ഡിവൈസുകൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. നിലവിൽ നമുക്ക് UPI പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ UPI പിൻ ഉണ്ടാകും. ആ ഒരു പിൻ എൻ്റർ ചെയ്താണ് ഒതനിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ചില ബാങ്കുകൾക്ക് 4 ഡിജിറ്റ് UPI പിൻ ആണെങ്കിൽ ചില ബാങ്കുകൾക്ക് അത് 6 ഡിജിറ്റ് ആണ്. സോ ആ ഒരു നമ്മൾ സെറ്റ് ചെയ്യുന്ന പിൻ എൻ്റർ ചെയ്ത് വേണം ഒതനിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ ചില ആപ്പിലൊക്കെ പിൻ നമ്പർ അടിക്കാതെ 5000 രൂപയിൽ താഴെയുള്ള പേയ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് UPI വഴി പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്ലൈസിലൊക്കെ ആണെങ്കിൽ പിൻ നമ്പർ അടിക്കേണ്ട, നമുക്ക് സ്ലൈസ് ബാങ്ക് അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് UPI പേയ്മെൻറ്റ് ചെയ്യാം. 5000 രൂപയിൽ താഴെയുള്ള പേയ്മെൻറ്റ് ആണെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് ബയോമെട്രിക് ഒതനിക്കേഷൻ കൂടി ചോദിക്കുന്നില്ല. നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ബയോമെട്രിക് ഒതനിക്കേഷൻ മാത്രമാണ്, അല്ലാതെ പേയ്മെൻറ്റിൻ്റെ സമയത്ത് പോലും ഒതനിക്കേഷൻ അവർ ചോദിക്കുന്നില്ല. കോഡക് A11 ആപ്പിൽ പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, ബയോമെട്രിക് വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. സോ ആ ഒരു കോഡക് A11 ആപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും UPI പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ UPI പിൻ എൻ്റർ ചെയ്താൽ നമുക്ക് ബയോമെട്രിക് ഒതനിക്കേഷൻ വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഫേസ് ID ഇല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന നമ്മൾ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. ഒക്ടോബർ 8 മുതൽ NPCI UPI സിസ്റ്റത്തിൽ ഇങ്ങനെ ബയോമെട്രിക് ഒതനിക്കേഷൻ വഴി പേയ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനം കൊണ്ടുവരുന്നുവെന്ന്. ഇപ്പോൾ നിലവിൽ ഞാൻ നോക്കിയിട്ട് ഒരു പ്ലാറ്റ്ഫോമിലും ആ ഒരു ഫീച്ചർ വന്നിട്ടില്ല. വന്നു കഴിയുവാനായിട്ട് നമുക്ക് ഫോൺ പേ ആണെങ്കിലും GPay ഒക്കെ ആണെങ്കിലും നമുക്ക് UPI പേയ്മെൻറ്റിന് പിൻ നമ്പർ എൻ്റർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് ഫേസ് ID ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആധാർ ഡാറ്റാബേസിൽ വന്നിട്ടുള്ള ബയോമെട്രിക് വിവരങ്ങൾ വെച്ചായിരിക്കും പേയ്മെൻറ്റ് ഒരു ഒതനിക്കേഷൻ കംപ്ലീറ്റ് ആവുക. സോ UPI പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ പുതുതായിട്ട് വരുന്നൊരു മാറ്റം അതാണ്. നമുക്ക് വൈകാതെ പിൻ നമ്പർ എൻ്റർ ചെയ്യാതെ ബയോമെട്രിക് ഒതനിക്കേഷൻ വഴി നമുക്ക് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പോൾ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിവലിൽ കുറേ അധികം പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിവലിൽ ലെൻസ് കാർഡ് ഒരു ഗ്ലാസ് അവതരിപ്പിച്ചു. ആ ഒരു ഗ്ലാസ് ഉപയോഗിച്ച് നമുക്ക് UPI പേയ്മെൻറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് പിൻ നമ്പറോ ഒന്നും അടിക്കേണ്ട, നമുക്ക് വോയിസ് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ലെൻസ് കാർഡിൻ്റെ B ക്യാമറ സ്മാർട്ട് ഗ്ലാസുകളിലാണ് ഈ ഒരു ഫീച്ചർ അവർ കൊണ്ടുവരുമെന്ന് അനൗൺസ് ചെയ്തിരിക്കുന്നത്. പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പിൻ നമ്പർ ഒന്നും അടിക്കേണ്ട, നമുക്ക് ഈ ഒരു ഗ്ലാസ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് കമാൻഡ് വഴി നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. UPI സർക്കിൾ ഫീച്ചർ വഴി സ്മാർട്ട് ഗ്ലാസ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് സെക്യൂറായിട്ട് കണക്ട് ചെയ്താണ് ഈ ഒരു ഫീച്ചർ അവർ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. സോ ഇങ്ങനെ സ്മാർട്ട് ഗ്ലാസുകളിലും UPI പേയ്മെൻറ്റ് സിസ്റ്റം ഇപ്പോൾ ഇനി വരാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ലെൻസ് കാർഡിന് പിന്നാലെ എന്തായാലും മറ്റു കമ്പനികളും ഈ രീതിയിലുള്ള ഗ്ലാസ് കാര്യങ്ങളൊക്കെ പുറത്തിറക്കും. നമുക്ക് ഗ്ലാസ് വെയർ ചെയ്ത് ഇപ്പോൾ QR കോഡ് ആണെങ്കിൽ അത് സ്കാൻ ചെയ്ത് നമുക്ക് വോയിസ് കമാൻഡ് വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചേക്കും. എല്ലാം തന്നെ ചെറിയ എമൗണ്ടിൻ്റെയൊക്കെ ട്രാൻസാക്ഷൻ ആയിരിക്കും. 5000 രൂപ എന്നുള്ള ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഇത് 100% സെക്യൂർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എപ്പോഴും സെക്യൂർ പിൻ നമ്പറൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ എമൗണ്ടിൻ്റെ 5000 രൂപയിൽ താഴെയുള്ള എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷനൊക്കെ ആയിരിക്കും ഈ രീതിയിൽ ബയോമെട്രിക് ഒതനിക്കേഷൻ വഴിയും അതേപോലെ തന്നെ ഇങ്ങനെ വോയിസ് കമാൻഡ് വഴിയൊക്കെ നമുക്ക് അത് കൺട്രോൾ ചെയ്ത് ചെയ്യാനായിട്ട്
സാധിക്കുക. പിന്നെ ഈ ഒരു ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിവലിൽ എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് പുതിയൊരു ടൈപ്പ് കാർഡ് അവതരിപ്പിച്ചു, റൂപേ കാർഡ് അവതരിപ്പിച്ചു. ആ ഒരു കാർഡിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ നമ്മൾ കാർഡ് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ കാർഡ് ഇൻസെർട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്ത ശേഷം നമ്മൾ പിൻ നമ്പർ എൻ്റർ ചെയ്താണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ടാപ്പ് ആൻഡ് പേ സപ്പോർട്ട് ചെയ്യുന്ന കാർഡാണെങ്കിൽ ടാപ്പ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുക. ഇതിൽ ഈ ഒരു കാർഡിൽ ഫിംഗർ പ്രിൻറ്റിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ കാർഡ് നമ്മൾ ഇൻസെർട്ട് ചെയ്തു, വാല്യൂ ഒക്കെ എൻ്റർ ചെയ്ത ശേഷം ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡിവൈസിൽ പിൻ അടിക്കുന്നതിന് പകരം ഈ ഒരു കാർഡിലുള്ള ഫിംഗർ പ്രിൻറ്റിൻ്റെ അവിടെ നമ്മുടെ ഫിംഗർ വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഉള്ളൊരു ഡെബിറ്റ് കാർഡും ഈ ഒരു ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിവൽ എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അതും ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും അവൈലബിൾ അല്ല. മുൻപ് സാംസങ് മാസ്റ്റർ കാർഡുമായിട്ട് ചേർന്നുകൊണ്ട് അങ്ങനെ ഒരു കാർഡ് അവതരിപ്പിച്ചിരുന്നു. പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും പിന്നീട് ലഭ്യമായില്ല. ഇപ്പോൾ എന്തായാലും ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ രീതിയിലുള്ള കാർഡുകളൊക്കെ ഒട്ടുമിക്ക ബാങ്കുകളും ഇറക്കും. ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പിൻ നമ്പർ അടിക്കേണ്ട, ജസ്റ്റ് കാർഡിൽ ഫിംഗർ പ്രിൻറ്റ് വെച്ചാൽ മതിയാകും. അപ്പോൾ അടുത്തൊരു ലെവൽ ഓഫ് പേയ്മെൻറ്റ് മെത്തേഡ് ആയിരിക്കും ഇനിയിപ്പോൾ ഈ രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. സോ ഇതൊക്കെയാണ് ഉടൻ തന്നെ വരുന്ന ഈ ഒരു പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി